വെള്ളത്തിനോടായിരുന്നു ആദ്യം ഇഷ്ടം, ഇന്നിപ്പോൾ കടലിനെ പ്രണയിക്കുന്നു, അത്രയോ മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയാം വെള്ളത്തിൻ്റെ അടിയിലാണ് എനി ടൈം എന്തെങ്കിലും രീതിയിൽ അറ്റാക്ക് ഉണ്ടാവുന്നൊക്കെ 100% നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെള്ളത്തിലേക്ക് പോകുന്നത്. ഇവിടെ ചെയ്യുന്ന എല്ലാ വർക്ക്സും നമുക്ക് അണ്ടർ വാട്ടറിൽ പോയി ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്യുന്ന പ്രീ വെഡിങ് ഷൂട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അണ്ടർ വാട്ടറിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കോവളത്ത് വെച്ചിട്ടൊരു കല്യാണം നടത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അണ്ടർ വാട്ടറിൽ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് കൊണ്ടുവരണം. ഇതിപ്പോൾ പഠിക്കാൻ ഒരുപാട് വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത് ഒരു ധൈര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള ആളുകളുടെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. എൻ്റെ ഇൻസ്ട്രക്ടറാണ് എനിക്ക് കാണിച്ചു തന്നത്. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കല്ല് പോലെ എന്തോ അല്ലേന്ന് ചോദിച്ചു. അല്ലാതെ ഒരു ഫിഷാണ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കല്ല് പോലെ കിടക്കുന്നത്. അതൊക്കെ നമ്മളെടുത്ത് അതാണ് നമ്മൾ വെള്ളത്തിലുള്ള ഒരു സാധനത്തിനെയും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ റൂളാണ് ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളത്. അതിൽ എത്ര മീറ്റർ വരെ പോയി? എനിക്ക് 50 മീറ്ററാണ് മാക്സിമം. എനിക്ക് 50 മീറ്റർ പോകാനുള്ള ലൈസൻസ് ആണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവർ അല്ലേ, സ്കൂബയിൽ നമുക്ക് 40 അത് ഞാൻ കഴിഞ്ഞു, ആ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ കൊമേഴ്ഷ്യലാകുമ്പോൾ ക്ലാസ് 2 കഴിഞ്ഞപ്പോൾ എനിക്ക് 50 മീറ്റർ പോകാനുള്ള ലൈസൻസ് ആണുള്ളത്. കടലിനടി കാണാൻ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു വുമൺ കൊമേഴ്ഷ്യൽ ഡൈവർ ആ ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. എൻ്റെ പൊന്നെ, ഞാൻ കുറച്ച് അലഞ്ഞു കിട്ടാൻ. അല്ല, എന്റെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, അപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്തോളൂ. വേറെ എവിടെ നോക്കിയാലും കിട്ടില്ല അല്ലേ? ഓക്കെ. ഒരു പാലക്കാടുകാരിയാണ്. പാലക്കാട് കടലില്ല. പക്ഷെ എന്താണ് കടലിനോട് ഇത്ര ഇഷ്ടം? അതറിയില്ല. കടലിനോട് ഇഷ്ടമെന്നല്ല, വെള്ളത്തിനോടായിരുന്നു ആദ്യം ഇഷ്ടം. ഇന്നിപ്പോ കടലിനെ പ്രണയിക്കുന്നു, അത്രയോ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നൊരു ചരിത്രം കുറിക്കാന്നല്ലല്ലോ. ഇപ്പൊ വേറൊരു നാട്ടിലുള്ള ആളുകളാണെങ്കിൽ അവർ ഫെമിലിയർ ആയിരിക്കും ഇതിനെ പറ്റിയിട്ട്. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് കാണാനും ഒക്കെ എന്തായിരിക്കും അതിനുള്ള ഒരു മോട്ടീവ് എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല. എനിക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തന്നെയായിരുന്നു ചെറുപ്പം മുതലുള്ള ഹാബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സ്വിം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ എപ്പോഴോ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും പറയുന്ന പോലെ എൻ്റെ ടീച്ചർ പറഞ്ഞ ഒരൊറ്റ വേർഡിൽ നിന്നാണ് എൻ്റെ ലൈഫ് ഒന്ന് മാറിത്തിരിഞ്ഞത്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയുള്ള ഒരു യാത്രയാണ്. മിസ് ഇത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇത്രയും സേഫ് ജോബുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചിട്ട് ഇത്തരം ജോബുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്കൂബ ഡൈവിംഗ് ഉണ്ട്, സ്കൈ ഡൈവിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്കൂബ ഡൈവിംഗ് എന്നുള്ള ഒരു വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. സോ ഞാനത് കൂടുതൽ സെർച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ യൂട്യൂബിലാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായി. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എനിക്കൊന്ന് കടലിൻ്റെ അടിയിൽ പോയി കാണണം എന്നുള്ളത് തോന്നി. അങ്ങനെ അത് നേടിയെടുത്തു. ആദ്യം ചാടി വെള്ളം ഇതായിരിക്കും കോവളത്താണ് ഞാൻ പോയിട്ട് ആദ്യം. ഞാൻ അവിടെ പഠിച്ചത്, ബോൺ സഫാരിയിലാണ് പഠിച്ചത്. സോ അവിടെയായിരുന്നു ഡൈവ് സൈറ്റ് ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് അണ്ടർ വാട്ടർ വ്യൂ എന്ന് പറയുന്നത്. അവിടെയായിരുന്നു. ശരിയാണ്. ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ ഞാൻ മാത്രമല്ല, കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലുള്ള എല്ലാവരും ചെയ്യുന്ന വർക്കുകളാണ് ഈ പറയുന്ന. അണ്ടർ വാട്ടറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ കാണുന്ന ഇതുപോലെയല്ല. അണ്ടർ വാട്ടറിൽ കുറേ പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട്, കേബിൾസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഇന്ന് ചെയ്തൊന്നല്ല, പണ്ട് മുതലേ ഉള്ളതായിരിക്കാം. അപ്പം അതിൻ്റെ ഇപ്പം മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടായിരിക്കും, പുതിയ വർക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും അണ്ടർ വാട്ടറിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാവരും വിചാരിക്കും ഇവിടെ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലല്ല, നമുക്ക് അണ്ടർ വാട്ടറിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും രീതിയിലൊരു മരത്തിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഒരു മരം വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് പോയി കട്ട് ചെയ്തിട്ട്, നിൽക്കുന്ന മരം അങ്ങനെയൊന്നല്ല, ഒഴുകി വന്ന മരങ്ങളോ എന്തെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്ന, അങ്ങനെ ഇവിടെ ചെയ്യുന്ന എല്ലാ വർക്ക്സും നമുക്ക് അണ്ടർ വാട്ടറിൽ പോയി ചെയ്യാൻ വേണ്ടി പറ്റും. സ്കൂബയിൽ നമ്മൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് യാത്ര അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാഴ്ചയെക്കാട്ടിയും അപ്പുറം നമ്മൾ വർക്കിംഗ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഈ സ്കൂബ ഡൈവിങ്ങും ഈ കൊമേഴ്ഷ്യൽ ഡൈവറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? ഓക്കെ. സ്ക്യൂബ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ റിക്രിയേഷണൽ ഏരിയയാണ്. അവിടെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള വർക്കുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരിക്കും അണ്ടർ വാട്ടറിൽ കാണാമെന്നുള്ളത്. അത് നിങ്ങളൊരു കൊമേഴ്ഷ്യൽ ഡൈവർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അത് ഇതുപോലെയുള്ള റിക്രിയേഷൻ സെന്ററുകൾ, അതായത് സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്ന റിക്രിയേഷൻ സെന്ററുകളിലാണ് നിങ്ങൾ പോകണമെങ്കിൽ. നിങ്ങളെ കൊണ്ടുപോവുക, നിങ്ങൾക്ക് അത് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ 100% സേഫ്റ്റിയോട് കൂടി കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, അത് എന്തൊക്കെയാണ് അണ്ടർ വാട്ടറിൽ എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. പിന്നെ അതുപോലെ തന്നെ
അപ്പോൾ ഈ കോറൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പലയിടങ്ങളിലും വെച്ച് പിടിപ്പിച്ചിട്ട് പുതിയ പുതിയ കോറൽസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെയുള്ള വർക്ക്സുകളാണ് നമ്മൾ ഇതിൽ സ്കൂബയിൽ ചെയ്യുന്നത്. കൊമേഴ്ഷ്യലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മാൻ പവറുകളും നമ്മൾ അണ്ടർ വാട്ടറിൽ ചെയ്യും. ഒറ്റയ്ക്കാണോ പോവുക? അതായത് അങ്ങനെയല്ല, നമ്മുടെ ഡൈവിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ബഡി സിസ്റ്റമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. 2 അതിലധികമോ ആളുകളാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കൊന്നും നമ്മൾ എവിടെയും പോവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംടൈംസ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം, നാർക്കോസിസ് ഒക്കെ സംഭവിച്ചിട്ട് നമുക്ക് ബോധക്ഷയമൊക്കെ സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. അതേസമയം നമ്മുടെ കൂടെ വേറൊരു ബഡിയും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ഒരു ബഡി നമ്മൾ പറയുക വേർഡ്, സോ ബഡി ആണെങ്കിൽ നമ്മൾ തന്നെ റെസ്ക്യൂ ചെയ്യും. നമുക്ക് നമ്മുടെ കോഴ്സിൽ തന്നെ അണ്ടർ വാട്ടർ റെസ്ക്യൂ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ഒരു ഡൈവർ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അൺകോൺഷ്യസ് ആയി കിടക്കുകയാണെങ്കിൽ എങ്ങനെ മേലേക്ക് കൊണ്ടുവരാം, അവർക്ക് വേണ്ട അടുത്ത നടപടികൾ, ഫസ്റ്റ് സ്റ്റേജുകൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച്. അതെ, അതൊക്കെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഡൈവിംഗ് എന്ന് പറയുന്നത് വെറുതെ അങ്ങ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു പരിപാടിയല്ല. അതിലാദ്യം തിയറി പാട്ടുണ്ട്. ആ തിയറി എല്ലാം പഠിച്ച് ഇതിൻ്റെ 100% സേഫ്റ്റി വശങ്ങളുണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഡൈവർ വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഈ കോഴ്സ് എന്താ പഠിച്ചേ? കൊമേഴ്ഷ്യൽ ഡൈവിംഗിലേക്ക് എത്താനായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഇംക കോഴ്സുകളുണ്ട്, അഡാസിൻ്റെ ഉണ്ട്, അങ്ങനെ ഓരോ തരത്തിലുള്ളത്. ഞാൻ ചെയ്തത് ഇംകയാണ്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ജാക്ക് ഡൈജസ്റ്റ് എന്ന് പറയും. അവരെന്നെ ഇതുപോലെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയതാണ്. അവർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവരിവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോഴൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഡൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആദ്യത്തെ സ്കൂബ ഡൈവിംഗ് ഒരു പ്രൊഫഷനാക്കിയ ലേഡിയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അതാണോന്നറിയില്ല. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഫ്ലൈറ്റ് കയറി പോകുന്നത് കൊച്ചിയിൽ നിന്ന്. അവിടെ പോയിട്ട് ഒരു 3 months കോഴ്സായിരുന്നു. ക്ലാസ് 4, ക്ലാസ് 2, ക്ലാസ് 3 ആൻഡ് ക്ലാസ് 2 ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കോഴ്സ് വരുന്നത്. ക്ലാസ് 4 അതാണ് ബേസിക്. നമ്മുടെ സ്കൂബ കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് 4 പഠിപ്പിക്കുന്നത്. പിന്നീട് ക്ലാസ് 3 വരും. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഹാറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് 2 നമ്മുടെ ഫൈനൽ വരുന്നത്. ഈ 50 meters ഒക്കെ നമ്മൾ പോയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ക്ലാസ് 2 പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഡയോമെഡിക്കൽ എന്നുള്ള സർട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എനിക്ക് ഞാൻ ഡയോമെഡിക്കൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ടെക്നീഷ്യൻ നമ്മൾ യൂസ് ചെയ്യുന്ന കർബി മോഗൻ്റെ അതിൻ്റെ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെ കോഴ്സും കൂടെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള എല്ലാ കോഴ്സും കഴിഞ്ഞു കുട്ടി. ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് സ്വിം ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. ഫസ്റ്റ് ഇന്ത്യയിലെ എന്താ പറയുക കൊമേഴ്ഷ്യൽ ഡൈവറാണ്. അപ്പോൾ ലേഡിയാണ്. അപ്പോൾ അതെന്താ ബാക്കി ഇതെന്താ അങ്ങനെ ഒരു ചാൻസ് ആർക്കും വരാത്ത, അല്ലെങ്കിൽ അതെന്താ ആരും ട്രൈ ചെയ്യാത്ത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അത്ര ഫെമിലിയർ അല്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ആ വേർഡ് കേട്ടിട്ട് ഞാൻ ആദ്യം സെർച്ച് ചെയ്തു ഒരു 5 വർഷം മുമ്പ് എന്താണെന്നുള്ളത്. ഈ ഇൻഡസ്ട്രീനെ പറ്റി അധികം ആർക്കും അറിയത്തില്ല. ഇത് ഇത്രയും വലിയൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബാണ് വേൾഡിൽ തന്നെ. സോ ഇതെടുക്കുന്നവർ ഇതിപ്പോൾ പഠിക്കാൻ ഒരുപാട് വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ധൈര്യമാണ്. അപ്പോൾ ഈ ധൈര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യാനുള്ള ആളുകളുടെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഏകദേശം ഒരു 10-12 ലക്ഷം രൂപ വരും എല്ലാം കൂടിയിട്ട് അവിടെ പഠിച്ചിറങ്ങുന്നത്. ആ ഒരു എമൗണ്ട് വരും നമ്മുടെ എല്ലാം ഇൻക്ലൂഡഡ് കോഴ്സ്, ഫ്ലൈറ്റ്, സ്റ്റേ, ഫുഡ് എല്ലാം കൂടിയിട്ട്. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാൻ പവർ അത്യാവശ്യത്തിലധികം വേണം. സോ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ നമ്മൾ ഒന്നൊന്നും അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ കടന്നു ചെന്ന സമയത്താണെങ്കിലും കംപ്രസറിന് 10-250 വെയിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ കംപ്രസർ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വണ്ടിയിലേക്ക് എടുത്ത് വെക്കണേ തന്നെ ഞാനങ്ങ് മാറി നിന്നുണ്ടെങ്കിൽ എന്നും എന്നെ മാറ്റി നിർത്തപ്പെടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പറയും അവളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അങ്ങനെ അതെനിക്ക് ഒരിക്കലും കേൾപ്പിക്കാനോ താല്പര്യമില്ലാത്ത ഒരാളാണ്. സോ അതിൻ്റെ ഒരു തറ്റം പിടിച്ചിട്ട് അത് വണ്ടിയിലേക്ക് ഇതാക്കുമ്പോൾ കണ്ണെന്ന് പൊന്നീച്ച പറയാറുണ്ട് പലപ്പോഴും. പക്ഷേ വിട്ടുകൊടുക്കൂല. അവരും സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ അവിടെ ആഫ്രിക്ക വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാം ഫോറിനേഴ്സാണ്. ഞാൻ മാത്രമാണ് ഒരു ഇന്ത്യക്കാരി ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അവരുടെ ഫോറിനറാണ് ഞാൻ, വേറെ ആരും ഇല്ല. അപ്പോൾ അവരെപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ അടുത്ത് പറയും, എന്ത് ചെയ്യടോ, തന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ. അതെ നമ്മളെ കൊണ്ട് ഒരിക്കലും
അങ്ങനെ മാറ്റി നിർത്താനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും അവർ നിൽക്കത്തില്ല. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവറാണ്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ചു പോയി ഇതിപ്പോൾ ആഗ്രഹിക്കുന്ന അതുല്യാൻ ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് ഇത് പഠിച്ചാൽ കൊള്ളാമല്ലോ, ഇത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മൾ ഏതൊരു ജോബ്, എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടുമോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പഠിച്ചിറങ്ങിയാലും, ഇപ്പോൾ ഒരു ഡോക്ടറായി, ഒരു MBBS കഴിഞ്ഞു, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ വീട്ടിലിരുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാത്ത മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, നമ്മൾ ജോലി കണ്ടുപിടിക്കണം, നമുക്ക് നമ്മുടെ പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാ കൺട്രീസിലും പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അന്നത്തെ പോലെ തന്നെയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നതും. നമുക്ക് ഇത് പറഞ്ഞല്ലോ, നമ്മൾ ജീവൻ മരണം പോരാട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള സാലറി ഉണ്ട്. പുറത്തെ രാജ്യങ്ങളിലൊക്കെ നല്ല സാലറി, മണിക്കൂർ വെച്ചിട്ട് സാലറി മേടിക്കുന്ന ആളുകളുണ്ട്. ഏതൊക്കെ കടലിൽ പ്രാക്ടീസ് ചെയ്യാൻ, ഏതൊക്കെ കടലിൽ പോയി? ഇവിടെ നമ്മൾ ആൻഡമാനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ അറ്റ്ലാന്റിക് ഓഷനിലായിരുന്നു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വിസിബിലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഇതുപോലത്തെ ഒരു തരത്തിലുള്ള പൊല്യൂഷനും അവിടെ ഞാൻ കണ്ടിട്ടില്ല. നല്ല വിസിബിൾ ആയിട്ടുള്ള ഏരിയ ആണ് അവിടെ എന്ന് പറയുന്നത്. സോ അത് പിന്നെ കോവളത്ത്, കൊച്ചിയിൽ ഞങ്ങൾക്ക് ഇവിടെ സീ ഡൈവ് ഇല്ലായിരുന്നു. കൊച്ചിയിൽ നമുക്ക് സീ ഡൈവ് ഉണ്ട്, പക്ഷേ 0 വിസിബിലിറ്റിയാണ്. സോ നമ്മൾ വെറുതെ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഒന്നും കാണില്ല. നമ്മൾ സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട് അണ്ടർ വാട്ടറിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞ പോലെ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിലും നമ്മൾക്ക് പരസ്പരം കാണണം. ഇത് ഇത്ര അടുത്തുള്ള പോലെ വിഷൻ പോലും നമുക്ക് കാണുന്നില്ലെങ്കിൽ അത് പറ്റില്ല. സോ നമ്മളിവിടെ ഫ്രഷ് വാട്ടർ തിരുവാങ്കുളത്ത് ഒരു കോറിയുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഡൈവിംഗ് എല്ലാം പഠിപ്പിച്ചിരുന്നു. നമ്മൾ ഈ കടലിനടിയിലോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാനാ പറ്റുക? ഞാൻ ഇതേവരെ കടലിൽ അങ്ങനെ പോയിട്ടില്ല, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങളെപ്പോലെ ഒരാൾ വരുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 12 മീറ്റർ മാത്രമാണ്. അതിനപ്പുറം നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോഴ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു 18 മീറ്റർ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ വാട്ടർ ആണ്. അത് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 മീറ്റർ പോകാനുള്ള ലൈസൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്, ഇപ്പോൾ ഈ നമുക്ക് ഇവിടെയുള്ള ഒരുപാട് പേർക്കുള്ള ഒരു ചാൻസാണ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി. നമ്മളെപ്പോഴും നമ്മൾ യുണീക്കായി നിൽക്കണം അല്ലേ. എത്ര പേര് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രീ വെഡിങ് ഷൂട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അണ്ടർ വാട്ടറിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ഒരു ഇതൊക്കെ അണ്ടർ വാട്ടറിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലുണ്ടാവും വീഡിയോ. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കോവളത്ത് വെച്ചിട്ടൊരു കല്യാണം നടത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അണ്ടർ വാട്ടറിൽ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ പാഷനായിട്ടുള്ള, അതായത് ക്യാമറ അല്ലെങ്കിൽ ഷൂട്ട് ഇതൊക്കെ പാഷനായിട്ടുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എന്നുള്ളത്. അഡ്വാൻസ് ഓപ്പൺ വാട്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 മീറ്റർ പോകാനുള്ള ലൈസൻസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത കോഴ്സ്. പിന്നെ കോഴ്സാണ് ഓരോ ഡെപ്തിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് 40 മീറ്റർ ആണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൈവ് മാസ്റ്റർ എന്നുള്ള കോഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മീറ്റർ വേൾഡ് വൈഡ് എവിടെ പോയിട്ടും ഡൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുല്യ എത്ര മീറ്റർ വരെ പോയിട്ട്? എനിക്ക് 50 മീറ്റർ ആണ് പോകാനുള്ള മാക്സിമം. എനിക്ക് 50 മീറ്റർ പോകാനുള്ള ലൈസൻസ് ആണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവർ അല്ലേ. സ്കൂബയിൽ നമുക്ക് 40 ആണ്. അത് ഞാൻ കഴിഞ്ഞു, ആ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ കൊമേഴ്ഷ്യലായപ്പോൾ ക്ലാസ് 2 കഴിഞ്ഞപ്പോൾ എനിക്ക് 50 മീറ്റർ പോകാനുള്ള ലൈസൻസ് ആണുള്ളത്. ഈ 50 മീറ്റർ പോയപ്പോൾ എന്തൊക്കെ കണ്ടു എന്നോട് കൂടെ പറ. 50 മീറ്റർ പോകുന്ന സമയത്ത് സംടൈംസ് ഭയങ്കര ഡാർക്കായിരിക്കും കടലിനടി. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചാണ്. ചില സമയത്ത് വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം, ചില സമയത്ത് ഭയങ്കര നല്ല ഡാർക്കായിരിക്കും. മോസ്റ്റ് സ്ഥലങ്ങളും ഭയങ്കര ഡാർക്കായിരിക്കും. പിന്നെ നമ്മൾ ടോർച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോർച്ചൊക്കെ വെച്ച് ആണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. ഫസ്റ്റ് ടൈം ഞാനൊരു 50 മീറ്റർ എത്തിയപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പറയാൻ പറ്റാത്തൊരു ഫീൽ എന്ന് പറയില്ലേ, എന്നെ കൊണ്ട് ഇത് സാധിച്ചു. അതായത് ഞാനിതൊരു എന്താ പറയുക, തോറ്റു പിന്മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചൊരാളെ എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും തോറ്റോട്ടെ, പക്ഷെ ശ്രമിക്കാതിരിക്കരുത്. പക്ഷെ ഞാൻ അന്ന് 50 മീറ്റർ എത്തി വിജയിച്ചപ്പോൾ ഞാൻ പിന്മാറിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അന്നൊരു ചിന്ത എന്നെ പുറകിലേക്ക് വലിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് 50 മീറ്റർ എത്തിയപ്പോൾ ഭയങ്കര കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. 50 മീറ്ററിൽ അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല. നമുക്ക് ഈ ചെറിയ ഡെപ്തിലാണ് നമ്മുടെ ഈ ഫിഷ് ലൈഫ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് വിസിബിളായി കാണാൻ വേണ്ടി പറ്റുക. അവിടെ ഉണ്ടായിരിക്കും, ബട്ട് ഈ പറഞ്ഞ പോലെ അത്ര, ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്രയും ഡെപ്തിലേക്ക് എത്താൻ. അപ്പോൾ ഈ പറയുന്ന കാഴ്ചകൾ കുറച്ചും കൂടി കുറവായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ വർക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വർക്കിനാണ് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വർക്ക് എന്താ കടലിനടിയിൽ?
ഞാൻ അണ്ടർ വാട്ടർ വെൽഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്കയിലാവുന്ന സമയത്ത് ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഷിപ്പ് കുറച്ച് കാലം മുമ്പ് മുങ്ങിപ്പോയതായിരുന്നു. സാൽവേജ് എന്ന് പറയും നമ്മൾ. ഷിപ്പല്ല, അത്ര വരില്ല, എന്നാലും വലിയൊരു ബോട്ട്. അപ്പോൾ ഞങ്ങൾ അത് പോയിട്ട് ഇതുപോലെ അതെല്ലാം പൊക്കിക്കെടുത്തിരുന്നു. ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ ഒരു വർക്കായിരുന്നു. ചിലപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് കടലെന്ന് പറയുമ്പോൾ ടൈറ്റാനിക് ആയിരിക്കും. ഓക്കെ, അതുല്യയുടെ മനസ്സിലേക്ക് കടൽ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് എന്തായിരിക്കും? ടൈറ്റാനിക് അല്ലെങ്കിലും നമുക്കിങ്ങനെ ഓരോ റെക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ പോലെ 5 തെങ്ങിലും ഒന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് അത് നോക്കിയിട്ടുണ്ട്. കോവളത്തൊന്നുണ്ടായിരുന്നു. രണ്ടും പോയി. 5 തെങ്ങിലുള്ള റെക്ക് ഡൈവ് എന്ന് പറയുമ്പോൾ അത് അടിപൊളി. 40 മീറ്ററിലാണ് ആ റെക്ക് കിടക്കുന്നത്. വലിയ ഡാമേജ് ഒന്നുമില്ല, നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറേ ഫിഷ് ലൈഫുകളുണ്ട്. ഒറ്റ ഡൈവ് കൊണ്ടൊന്നും നമുക്കത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റില്ല. ഒന്നാമത് 40 മീറ്ററിൽ നമുക്ക് നിൽക്കാൻ അധികം നേരം പറ്റില്ല. ഒരു 8 മിനിറ്റോ 7 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റും. മാക്സിമം എത്ര കടലിനടി പോയി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? അത് ഓരോ ഡെപ്തിനനുസരിച്ചിട്ടാണ്. ഇപ്പം 40 മീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നിൽക്കുന്നത് 8 മിനിറ്റ് 9 മിനിറ്റ് ആ ഒരു രീതിയിലായിരിക്കും. അതിന് മേലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ ഒരു 30 മീറ്ററിലാണെങ്കിൽ ജസ്റ്റ് 20 മിനിറ്റ്സ്, 18 മീറ്ററിലാണെങ്കിൽ 45 മിനിറ്റ്. അങ്ങനെ ഓരോ ഡെപ്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേവിയുടെ ഒരു ഇതുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ചാർട്ട് നമ്മൾ ഫോളോ ചെയ്യണം. സോ അതിൻ്റെ അപ്പുറം ആ ഒരു ടൈം ലിമിറ്റ് നമ്മൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോഴൊക്കെയാണ് ഈ അപകടങ്ങളൊക്കെ വരുന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോന്നിനും കൃത്യമായിട്ടുള്ള സേഫ്റ്റി നമ്മൾ പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി, പിന്നെ ഒരു പ്രശ്നമില്ല. മണിക്കൂറുകളൊന്നുമില്ല. ഞാനിങ്ങനെ ഇപ്പൊ അതില് മണിക്കൂറുകളൊക്കെ പറയും, ഇത്രയും നേരം അവിടെ നിൽക്കാൻ നിന്ന്. ഇല്ല, അങ്ങനെ മാത്രമാണ് അല്ലേ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഡെപ്തിനനുസരിച്ചിട്ടാണ് അങ്ങനെ. പക്ഷെ ഒരു ഡൈവ് കഴിഞ്ഞാൽ അടുത്ത ഡൈവർമാർ പോവും. പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള നൈട്രജൻ അബ്സോർവ് ചെയ്യാനുള്ള ടൈം നമ്മൾ സർഫേസിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കടലിൽ പോയി ഡൈവ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും? ബോഡിയിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഓക്സിജൻ ആണ് ശ്വസിക്കണത് എന്നുള്ളത്. നമ്മൾ പ്യുവർ ഓക്സിജൻ അല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇവിടെ എന്താ ശ്വസിക്കുന്നത്, 21% മാത്രമേ ഓക്സിജൻ ഉള്ളൂ, ബാക്കി 79% നൈട്രജൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂവിൽ അത് ഒബ്സർവ് ചെയ്യുന്നത് ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ അണ്ടർ വാട്ടറിൽ എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുതലാണ്. സോ നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സർഫേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് സേഫ്റ്റി സ്റ്റോപ്പ്, അതേ പറയുക, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന വേർഡ്സ് ടേംസ് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ഇത് ഡൈവിങ്ങിലുള്ള ഒരാൾ. സോ കൃത്യമായിട്ട് നമ്മൾ സേഫ്റ്റി സ്റ്റോപ്പ് എടുക്കുക. എടുത്തതിന് ശേഷം 5 മീറ്ററിൽ നമ്മളൊരു 3 മിനിറ്റ് ഇങ്ങനെ നിൽക്കുക. അത് സ്കൂബയിൽ വരുന്നത്. കൊമേഴ്ഷ്യലാകുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസുകൾ വരും. സോ അതെല്ലാം എടുത്തിട്ട് വേണം മുകളിലേക്ക് വരാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈവൺ ഒരു കല്ല് പോലും നമ്മൾ ഡൈവിന് ശേഷം എടുത്ത് എറിയാൻ വേണ്ടി പാടില്ല. അപ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ ഫ്രീ ഡൈവ് ചെയ്യാൻ പാടില്ല, ജമ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പറയുന്ന സിഗരറ്റ് പോലുള്ള ഈവൻ പെപ്സി അങ്ങനെ ഉള്ളതൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ നൈട്രജൻ ഉണ്ട്, ഇതിന് പുറത്ത് പോകാനുള്ള ഒരു വഴിയില്ലേ നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഹാർഡ് വർക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇതിന് പുറത്തു പോകാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ എല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ജോയിൻറ്റിൻ്റെ ഇടയിലൊക്കെ കയറി നിൽക്കും. ഭാവിയിൽ അത് ബെൻഡ് പോലുള്ള നമ്മുടെ ബോഡി ഡൈവിങ്ങിലേക്ക് തന്നെ പറ്റാത്ത രീതിയിൽ അത് അപകടമായി മാറും. സോ ശ്രദ്ധിക്കുക, 100% സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 2 കാര്യങ്ങൾ ചോദിക്കാം. അതായത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പേടിച്ചു പോയ ഒരു കാര്യവും ഭയങ്കര പേടി തോന്നിയ ഒരു കാര്യവും ഒരു സർപ്രൈസിങ് ആയിട്ട് കണ്ട ഒരു കാര്യം പറയാമോ? പേടി തോന്നി ഇല്ല, പേടിയൊന്നും ഇതുവരെ തോന്നിയില്ല. എന്തെങ്കിലും കണ്ടപ്പോ അങ്ങനെയൊന്നുമില്ല? ഇല്ല, പേടിച്ചിട്ടില്ല. അങ്ങനെ എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ വെള്ളത്തിൻ്റെ അടി പോകുമ്പോൾ എൻ്റെ കണ്ണ് 360 എന്തെങ്കിലും കാണുമോ എന്ന് ഒരു സാധനം കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട് ഭയങ്കര കോമഡിയാണ്. ഞാൻ അങ്ങനെ ഡൈവ് ചെയ്യുന്ന സമയത്ത് കൂടോത്തരം ചെയ്തിട്ടുള്ള ഒരു മുട്ട കിട്ടി എനിക്ക്. അപ്പം ഞാൻ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കോഴി മുട്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കിയപ്പോൾ അതിലുണ്ട് കുറേ ഇങ്ങനെ എഴുത്തും ഇതൊക്കെ ആയിട്ട്. ഈ വെള്ളത്തിലേക്കൊക്കെ വലിച്ചെറിയുന്നവരായിരിക്കാം. അത് കണ്ടപ്പോൾ അറിയില്ലേ, ഇതൊക്കെ നമ്മുടെ മേത്തേക്കൊക്കെ വരുമെന്നൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അതവിടെ ഇട്ട്. അത് മാത്രമാണ് നമ്മൾ പേടി. ഇല്ലില്ല, ഞാൻ എടുത്തിട്ടാ അത് മാത്രമാണ് അത് എന്തിനാ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. അത് എന്തെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലൊക്കെ അറിയില്ല എന്താന്നുള്ളത്. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ വേറൊന്നിനൊക്കെ ഉണ്ട് അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അറിയാം വെള്ളത്തിൻ്റെ അടിയിലാണ് എനി ടൈം എന്തെങ്കിലും രീതിയിൽ അറ്റാക്ക് ഉണ്ടാവുന്നൊക്കെ 100% നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെള്ളത്തിലേക്ക് പോകുന്നത്. സോ സർപ്രൈസിംഗ് ആയിട്ട് കണ്ട ഒരു കാര്യം ഉണ്ടാവോ? ഏറ്റവും ഫണ്ണായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
നമുക്ക് കടലില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് കടലില്ല, ഞങ്ങൾക്ക് പൊന്നാനിയിൽ നിന്നൊക്കെ മീന് വന്നിട്ട് വേണം നമ്മൾക്കൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ മത്തി വെത്തലൊക്കെ ഇരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ചാകര പോലത്തെ ഒരു മീൻ, നമ്മുടെ ഇതുണ്ടല്ലോ മത്തി ഉണ്ടല്ലോ, മത്തി വന്ന് എൻ്റെ അടുത്ത് കൂടെ ഒരു എനിക്കൊരു ലോഡ് ചാകര എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അത്ര, അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു നിമിഷത്തേക്ക് ഞാൻ ഈ ലോകം മറന്നുപോയി ഇതിന്റെ പിന്നാലെ മാത്രം. അപ്പം പറയും വേറെ ഫിഷൊക്കെ ഇല്ലേന്ന്. ശരി, ഞാൻ അതിനായിട്ടും അത്ര ഫെമിലിയർ അല്ല, ഞാൻ ഈ സ്രാവിനൊന്നും ഞങ്ങളുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ല. ആകെ കാണാൻ നമ്മൾ അതെ എന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മത്തിക്കറി വെക്കും ചെയ്യും. എൻ്റെ അമ്മ മത്തിക്കറിയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആണ്. സോ ഇത് മാത്രം നമ്മൾ അധികം ഫെമിലിയർ, നമുക്ക് കടലില്ലാത്തോണ്ടാട്ടോ ആ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ അത് വന്നപ്പോ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അയ്യോ, ഞാൻ നിന്നിരുന്ന ഫിഷില് അതുപോലെ തന്നെ വെത്തളുണ്ടല്ലോ നമ്മുടെ വെത്തൾ, ഇതുപോലെ അതിന് മുമ്പിൽ ഒരിക്കൽ ഞാൻ അതുപോലെ പെട്ടപ്പോഴും ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ കടൽ പാമ്പുണ്ട്, സീ സ്നേക്ക്, അത് അങ്ങനെ പോണ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. അത് ഭയങ്കര അല്ല, അത് ഭയങ്കര വേൾഡിൽ തന്നെ വെനമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കടിച്ച സ്പോട്ടിൽ പോവും. പക്ഷെ ആളുടെ ഇങ്ങനെ പോവും. പക്ഷെ പോകുന്നത് കാണാം, ഒരു ബണ്ണൊക്കെ ഇങ്ങനെ നമ്മൾ ഇതാക്കൂലേ, അങ്ങനെ രീതിയിൽ പോണ കണ്ടപ്പോൾ പിന്നെ സ്റ്റോൺ ഫിഷിനെ കണ്ടിട്ടുള്ളപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നി. എൻ്റെ ഇൻസ്ട്രക്ടറാണ് എനിക്ക് കാണിച്ചു തന്നത്. എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കല്ല് പോലെ എന്തോ അല്ലേന്ന് ചോദിച്ചു. പറഞ്ഞു അല്ലാതെ ഒരു ഫിഷാണ് പറഞ്ഞപ്പോൾ ഭയങ്കര കല്ല് പോലെ കിടക്കുന്നത്. അതൊക്കെ നമ്മളെടുത്ത് അതാണ് പറഞ്ഞത്, നമ്മൾ വെള്ളത്തിലുള്ള ഒരു സാധനത്തിനെയും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ റൂളാണ് ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളത്. ഒന്നിനെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ പോയ പോലെ കൈ കെട്ടിയിട്ട്, അത് നമ്മൾ പറയും, നമ്മൾ കാല് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൈ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പോയിട്ട് ഒരു സൂപ്പർമാൻ പോകുന്ന പോലെ പോയി വലിയ ഒച്ചമകളൊന്നും ഇല്ലാക്കാണ്ട് വളരെ അതായത് ലേസിയസ്റ്റ് ജോബ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും സ്കൂബയിൽ നമ്മൾ പോകുമ്പോൾ. സോ അങ്ങനെ ഒരു വെള്ളം പോലും അറിയരുത് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ ഈ ഫിഷൊക്കെ അവരെ അറ്റാക്ക് ചെയ്യാണോ എന്ന് വരെ ചിന്തിച്ചിട്ട് അവർ ചിലപ്പോൾ നമ്മളതിനെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ അവർ പോവും. പിന്നെ നമ്മൾ പോയത് അത്രയും എനർജി എടുത്തൊക്കെ വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത്രയും ലേസി ആയിട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൂടെ പോയിട്ട് വരുന്നത്. പക്ഷെ പോയി വരുന്ന ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മളൊരു യോഗ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് പോലെ. സോ എൻ്റെ ഒരു ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി നമുക്ക് സെറ്റാവാം. കാരണം നമ്മൾ ഹെവി സാധനങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് പോലെ എൻ്റെ സിലിണ്ടറിന് 17 കിലോ ഉണ്ട്. അതൊക്കെ ഡെയിലി നമ്മൾ എടുത്താക്കുന്നുണ്ട്. സോ വെയിറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്വിം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യലിലായപ്പോൾ ഞാൻ ഹെൽമെറ്റും കൂടെ ഉണ്ട്. ഹെൽമെറ്റ് ഏകദേശം ഒരു 14 കിലോനുണ്ട്. അതുണ്ട്. പിന്നെ സിലിണ്ടർ ഒരു 17 കിലോ വരും. വെയിറ്റ് ബെൽറ്റ് യൂസ് ചെയ്യും. പിന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. എന്നെക്കാട്ടും വലിയ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. സാധനമായിട്ടാണ് ഡൈവിങ്ങിന് പോണേ. ഇപ്പൊ ഒരാൾ കടലിൽ വീണാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ നമ്മൾ കടലൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ ആദ്യം വീണു, നമ്മൾ എന്ത് ചെയ്യും ആദ്യം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട് ഇറക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളോ എൻ്റെ കൂടെ വന്ന ഒരാൾ, ഞാനും ഒരിക്കലും എടുത്ത് ചാടരുത്. നമ്മൾ ചാടുക എന്നുള്ള എപ്പോഴും ലാസ്റ്റ് ഓപ്ഷനാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എറിഞ്ഞു കൊടുക്കാം. ആദ്യം അയാൾക്ക് എറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഈസിയസ്റ്റ് വേ ഏതാണോ ഈസിയസ്റ്റ് വേ അവിടെ പോയിട്ട് എന്തെങ്കിലും സാധനം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നീന്തൽ അറിയില്ല, ഉറക്കെ വിളിച്ചിട്ട് ആൾക്കാരെ കൂട്ടുക. അല്ല അറിയാത്ത ഒരാളെടുത്ത് ചാടരുത്. എല്ലാവരും കൂടി അപകടത്തിൽ പോകത്തേ ഉള്ളൂ. പിന്നെ ബോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ കയാക്കിങ്ങോ അല്ലെങ്കിൽ തോണിയോ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബോണ്ടായിരിക്കും, റിംഗ് ബോ പോലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ഡിവൈസുകൾ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒരു കാട് പ്രദേശമാണെന്ന് വിചാരിക്കുക, ഒരു വള്ളി എന്തെങ്കിലും ചാടി പൊട്ടിച്ചിട്ട് നിങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇയാൾ ചാടിയെന്ന് വിചാരിച്ചിട്ട് പിടിക്കാൻ വേണ്ടി ഒരിക്കലും ആരും പിന്നാലെ ചാടരുത്. അയാളോ പോയി നമ്മളുടെ ലൈഫും കൂടെ നമ്മൾ അപകടത്തിൽ വരുത്തരുത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. പിടിക്കാൻ വേണ്ടി നമ്മളും കൂടി ഇറങ്ങും. സോ അത് ചെയ്യരുത്. പിന്നെ ഒന്നാമതുണ്ടല്ലോ, ഫെമിലിയർ അല്ലാത്ത സ്ഥലത്ത് ഞങ്ങളാരും ഫെമിലിയർ അല്ലാത്ത സ്ഥലത്ത് ഇറങ്ങില്ല. വെള്ളത്തിൻ്റെ അടി നമ്മളിങ്ങനെ കാണുന്നത് പോലെയല്ല, ഒരു ഭയങ്കര ഒരു അപകടം ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. സോ നമ്മളൊക്കെ ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അവിടെ പോയിട്ട് അതിനൊരു മാപ്പ് റെഡിയാക്കി അവിടെയുള്ള ലോക്കൽസിൻ്റെ അടുത്ത് സംസാരിച്ച് ഇതുപോലുള്ള അപകട ജീവികൾ, സ്രാവും ഇതൊക്കെ അവിടെ വരുന്നുണ്ടോ, വരുന്നൊരു ഏരിയ, കാരണം അവർക്കറിയാലോ, ഇവർ അവിടെ ഉള്ള ആളുകളാണ്. സോ അവർക്കറിയാം. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ആദ്യം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഫുൾ സേഫ്റ്റി കൊണ്ട് പോയിട്ട് അവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ ഇത് കറണ്ട് വരുന്ന ഒരു ഏരിയ ആണോ, അടിയൊഴുക്ക് നല്ലുള്ള ഏരിയ ആണോ, അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡൈവ് സ്പോട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അവിടെ ആളുകളെ കൊണ്ടുപോയി ഇറക്കുന്നത്, നമ്മൾ വർക്കിന് ഇറങ്ങുന്നത്. പക്ഷേ
ഇതൊന്നും ഇല്ലാണ്ട് ഇറങ്ങുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സോ ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നൊരു ചേച്ചി ഉണ്ട് പറഞ്ഞിട്ട് എല്ലാവരും പോയി ചാടരുത്. ഞാനൊക്കെ എൻ്റെ 100% സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. എപ്പോഴും എൻ്റെ പിള്ളേരൊക്കെ എപ്പോഴും കളിയാക്കും, ചേച്ചി ഇപ്പം വെള്ളത്തിൽ വീണ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല കേട്ടോ, ഞാൻ എക്യുപ്മെൻറ്റ്സ് കൊണ്ടാണ്ട് എടുക്കൂല എന്ന് പറയും. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ കളിയാക്കും, എന്ത് സ്കൂബ ഡൈവറാണ് അത്ര എക്യുപ്മെൻറ്റ്സ്. അല്ല അതെ നമുക്ക് എനിക്കറിയാം എന്താണ് ഞാൻ എന്താ പഠിച്ചത്, എന്താണ് അതിൻ്റെ സേഫ്റ്റി വശങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷെ പലർക്കും അത് കേൾക്കുമ്പോൾ കളിയാക്കലായിട്ട് തോന്നും. എത്ര സ്വിമ്മിങ് അറിയുന്ന ആളാണെങ്കിൽ പോലും വെള്ളത്തിൻ്റെ അടുത്ത് ഒരു പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെയാണ് പോകുക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറി നമ്മൾ മക്കളെ നമ്മൾ ഒരുപാട് അത് പഠിപ്പിക്കുന്നു ഇത് പഠിപ്പിക്കും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്വിമ്മിങ്ങും കൂടെ ഒന്ന് പഠിപ്പിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടാണ്, പ്രളയം നമ്മൾ പ്രതീക്ഷിച്ച് വന്നൊരു സംഭവമല്ല. അങ്ങനെ ഇനിയും കുറേ കാര്യങ്ങൾ ഇനി വരുമോ വരില്ല എന്നൊന്നും അറിയത്തില്ല. സോ ഫോറിനേഴ്സൊക്കെ ഉണ്ടല്ലേ ചെറുപ്പം മുതലേ വെള്ളത്തിലേക്ക് അങ്ങോട്ട് എടുത്തു വേണം. നമുക്ക് മഴ കൊണ്ട് അയ്യോ പനി, വെള്ളത്തിലേക്ക് വേണം അയ്യോ പനി, അരമണിക്കൂർ വെള്ളത്തിൽ കുളിക്കാൻ അരമണിക്കൂർ കൂടുതൽ അയ്യോ പനി എന്നുള്ള സംഭവം. ഈവൻ ഈ താമരയുടെ വള്ളി പോലും അപകടം നമ്മൾ പറയും. അപ്പോൾ താമര കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതിന്റെ അടിയിലൊരു ചതിക്കുഴി ഉണ്ട്. താമരവള്ളിയുടെ ഉള്ളിൽ പെട്ടിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീടൊക്കെ പൊന്നാനി സൈഡാണ്. അവിടെ താമര കൃഷി പോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ താമര പൊട്ടിക്കാൻ ഇറങ്ങുന്ന കുട്ടികളായിക്കോട്ടെ ഇങ്ങനെയൊക്കെ ഇതൊരു മുള്ളു പോലുള്ള സംഭവമാണ്. ഇതങ്ങ് വരിയും നമ്മൾ തന്നെ, പിന്നെ അത് അടിയിലേക്ക് പോവും, പിന്നെ മുറിഞ്ഞു അങ്ങനെ പെട്ടുപോകുന്ന സംഭവങ്ങളുണ്ട്. സോ താമരയുടെ ഭംഗി കണ്ടിട്ട് ആരും ഇറങ്ങരുതെന്ന് പറയുന്നത്. പിന്നെ ചതുപ്പ് നിലങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കും അത് വെള്ളമാണെന്ന്. ഈ വെള്ളത്തിന്റെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ചളി ഉണ്ടായിരിക്കും, ചതുപ്പാണ്. ഈ ചതുപ്പിൽ നമ്മൾ ചവിട്ടും തോറും അടിയിലേക്കേ പോകത്തുള്ളൂ. ഈ മണ്ണിനൊരു ബലമുണ്ട്, ഒരു പ്രത്യേക തരം ഒരു പശപ്പ് പോലുള്ള ഒരു ബലമുണ്ട്. ഇതിൽ പിന്നെയും കാല് താഴത്തേക്കേ പോകത്തുള്ളൂ, ആന വരെ താഴ്ന്നു പോകും അത്രയും ചളിയിൽ. സോ മനുഷ്യന്റെ കാര്യം എടുക്കാനില്ല. ഇപ്പൊ ജിന്ദഗി നാ മിലേഗി ദുബാരയില് കത്രീന കൈഫ് ഡൈവർ ആണല്ലോ, അത് റെഫറൻസ് ആരെങ്കിലും പറയാറുണ്ടോ? അതുകൊണ്ടാണോ അതുല്യ? ഓക്കെ ഞാൻ പറയാം. ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരാളല്ല. എനിക്ക് ഇന്നും കുറേ ഞാൻ റിപ്പീറ്റ് കാണുന്ന ഒരാളാണ്. അപ്പം എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനൊരു ഞാൻ ഡൈവിങ്ങിലൊക്കെ വന്നതിന് ശേഷം കേട്ടോ, അതുപോലത്തെ ഒരാളാണല്ലോ ഞങ്ങളെ അടുത്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴാണ് ആ സിനിമ വന്ന്. ഇപ്പോഴും ഞാനത് കംപ്ലീറ്റ് കണ്ടിട്ടില്ല. അതെ, അനാർക്കലി സിനിമയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതിൽ പൃഥ്വിരാജ് ചെയ്യുന്ന ജോബല്ലേ, ആ ജോബ് തന്നെയാണ് നമ്മുടെയും ചെയ്യുന്നത്. അനാർക്കലി സിനിമ ഒരുപാട് പേര് ഇങ്ങനെ റെഫറൻസ് പറയാറുണ്ട്. കാരണം കുറച്ചും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കാം എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവറാന്ന് പറയും. ഓ ഡ്രൈവറാണോ, ഏതൊക്കെ വണ്ടി ഓടിക്കുന്നു ഏതൊക്കെ വണ്ടി അടിക്കുന്നത്, JC മുതലുള്ള എല്ലാ ഞാൻ പറയും. അമ്മ ഞാൻ പറയും അങ്ങനല്ല, എനിക്കൊരു 6 കുറവാണ്, ഡൈവിംഗ് ആണ്, ഡ്രൈവിംഗ് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം അതിൽ. എനിക്ക് എന്താ പറയുക, അതിലെന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ലേഡി ആണ്, കൊമേഴ്ഷ്യൽ ഡൈവർ ലേഡിയാണ്. സോ ഒത്തിരി സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന്. താങ്ക് യു സോ മച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്.